ജഗുമഗ് താര എന്ന ലെസണിലെ രണ്ട് ഭാഗവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. തുഗാന്ത് ശബ്ദവും കാ ചയൻ കരെ. തുഗാന്ത് ശബ്ദം എന്ന് പറഞ്ഞാൽ തുക്കുവാലെ ശബ്ദമാണ്. റൈമിംഗ് വേർഡ്സ് ആണ്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. കവിതയെ മനോഹരമാക്കാൻ വേണ്ടി അവസാനം വരുന്ന രണ്ട് വാക്കുകൾ ഒരുപോലെ പ്രൊനൗൺസിയേഷൻ വരുന്നത് അവസാന അക്ഷരങ്ങൾ വരുമ്പോൾ. ഹമാര താര. അപ്പോൾ അത് തുക്കുവാലെ ശബ്ദം എഴുതുമ്പോൾ അല്ലെങ്കിൽ തുഗാന്ത് ശബ്ദം എഴുതുമ്പോൾ ഹമാര എന്നെഴുതി ഇവിടെ ഒരു വരയിട്ടിട്ട് വേണം താര എന്ന് ഇവിടെ എഴുതാൻ. ഹമാര താര, ഹമാര രഘുവാര, ഹമാര സംവാര. അതുപോലെ തന്നെ ഹമാര പ്യാര, ഹമാര പസാര, ഹമാര പ്യാര. ഇതൊക്കെയാണ് തുക്കുവാലെ ശബ്ദങ്ങൾ. തുഗാന്ത് ശബ്ദം എന്ന് പറഞ്ഞാലും തുക്കുവാലെ ശബ്ദം എന്ന് പറഞ്ഞാലും റൈമിംഗ് വേർഡ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചമക്കെ ജൈസെ ജഗ്മഗ് താര. ചമക്കെ ജൈസെ ജഗ്മഗ് താര. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നു. സേ ക്യാ മത്തലബ് ഹെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹമാര ദേശ് ഭാരത് കൈ ക്ഷേത്രോ മേ താരേക്കെ സമാൻ ചമക്കത്തെ ഹെ. അതായത് നമ്മുടെ ദേശം ഭാരതം കണ്ടോ, നമ്മുടെ രാജ്യമായ ഭാരതം കൈ ക്ഷേത്രോമേ കുറേ മേഖലകളിൽ താരേക്കെ സമാൻ നക്ഷത്രങ്ങളെ പോലെ ചമക്കത്തെ ഹെ തിളങ്ങുന്നു. ഇനി അടുത്ത ചോദ്യം. വിജ്ഞാൻ കെ അലാവ ഭാരത് കിൻ കിൻ ക്ഷേത്രോമേ ജഗ്മഗ് രഗാ ഹെ. ഭാരതം ഏതൊക്കെ മേഖലകളിലാണ് തിളങ്ങുന്നത്? വിജ്ഞാൻ അതായത് ശാസ്ത്രം, കല ആർട്ട്, ശിക്ഷ വിദ്യാഭ്യാസം, സാഹിത്യത്തിൽ. ഇതിലൊക്കെ നമ്മുടെ ഭാരതം ജഗ്മഗ് രഹാഹെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനോ. ഇസ് കവിത കാ ആശയ ലിഖേ. ജഗ്മഗ് താര എന്ന കവിതയുടെ ആശയം എഴുതാൻ. ഹമാര ദേശ് ഭാരത് ഹേ. നമ്മുടെ രാജ്യം ഭാരതമാണ്, ഇന്ത്യയാണ്. ഹമാരേ ദേശ് ഭാരത് ജഗ്മഗ് താരേക്കെ സമാൻ ചമക്കത്തെ ഹേ. നമ്മുടെ രാജ്യമായ ഭാരതം തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നു. ഭാരത് സത്യ ഔർ അഹിംസ കെ രഘുവാരെ ഹെ. രാജ്യം നമ്മുടെ ഭാരതം സത്യത്തിൻ്റെയും അഹിംസയുടെയും രഘുവാരെ ഹെ സംരക്ഷകനാണ്. ഭാരത് കി സന്ദേശ്. എന്താണ് ഭാരതത്തിൻ്റെ മോറൽ? സത്യ കി ജയ് ഹെ. സത്യം ജയിക്കണം. ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മോറൽ. അതാണ് ജഗ്മഗ് താര എന്ന കവിതയുടെ ആശയം. ഇനി നമുക്കൊരു ദേശഭക്തി ഗാനം വായിച്ചു നോക്കാം. ദേശഭക്തി ഗാനം നമുക്ക് വായിച്ചു നോക്കാം. ഇതാരെഴുതിയതാണെന്നും ഇതിൻ്റെ അർത്ഥവും ടീച്ചർ ഇടും, വീഡിയോ ഇടും. അപ്പോൾ ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദേശഭക്തി ഗാനമാണ്. ए मेरे वतन के लोगों तुम खूब लगा लो नारा. ये शुभ दिन है हम सबका लहरा लो तिरंगा प्यारा. पर मत भूलो सीमा पर वीरों ने है प्राण गवाए. कुछ याद उन्हें भी कर लो जो लौट के घर ना आए. ए मेरे वतन के लोगों ज़रा आंख में भर लो पानी. जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी. जब घायल हुआ हिमालय गदरे में पड़ी आज़ादी. जब तक थी सांस लड़े वो
फिर अपनी लाश बिछा दी, संगीन पे धर कर माथा, सो गए अमर ബലിദാനി. അടുത്ത ലൈൻ നോക്കാം. ജബ് ദേശ് മേ തീ ദീവാലി वो गेल रहे थे होली, जब हम बैठे थे घरों में वो जेल रहे थे गोली, थे धन्य जवान वो अपने, थी धन्य वो उनकी जवानी. कोई सिख कोई जाट मराठा, कोई गूर्खा कोई मद्रासी, सरहद पर मरने वाला हर वीर था भारतवासी. जो खून गिरा पर्वत पर वो खून था हिंदुस्तानी, थी खून से लथपथ काया, फिर भी बंदूक उठा के 10-10 को एक ने मारा, फिर गिर गए होश गवा के जब अंत समय आया तो. कह गए कि अब मरते हैं, खुश रहना देश के प्यारो, अब हम तो जफर करते हैं, क्या लोग थे वो दीवाने, क्या लोग थे वो अभिमानी. जय हिंद की सेना. जय हिंद की सेന. ഐ മേരെ വതൻ കെ ലോഗോ ഒരു ദേശഭക്തി ഗാനമാണ്. കവി പ്രദീപ് രചിച്ച ദേശഭക്തി ഗാനമാണ് ഐ മേരെ വതൻ കെ ലോഗോ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനിടയിൽ വീരമരണം പ്രാപിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എഴുതിയതാണ് ഈ ഭക്തിഗാനം. 1963 ജനുവരി 26 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ വെച്ച് ലതാ മങ്കേഷ്കർ ഈ ഗാനം ആലപിക്കുകയുണ്ടായി. ഗാനം കേട്ട് നെഹ്റുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം. കവിത ഞാൻ വായിച്ചു തന്നു. ഇനി അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രിയ ഭാരതവാസികളെ, നിങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കൂ. ഇത് നമുക്ക് സന്തോഷത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് നമ്മുടെ ത്രിവർണ്ണ പതാക പാറിക്കൂ. തിരങ്ക ലഹരാലോ തിരങ്ക പ്യാര. അതുകൊണ്ട് നമ്മുടെ ത്രിവർണ്ണ പതാക പാറിക്കൂ. എന്നാൽ സന്തോഷിക്കുന്ന ഈ സമയത്തും അതിർത്തിയിൽ പോരാടി ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരെ, വീരന്മാരെ നാം മറക്കരുത് എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം ഐ മേരെ വതൻ കെ ലോഗോം സരാ ആങ്ക് മേ ഭർ ലോ പാനി, जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी, जब घायल हुआ हिमालय खतरे में पड़ी आज़ादी, जब तक दी सांस लड़े वो फिर अपनी लाश बिछा दी, संगीन पे दरकर माथा सो गए अमर ബലിദാനി. അല്ലയോ ഭാരതവാസികളെ, രക്തസാക്ഷികളായ സഹജീവികളുടെ ഓർമ്മയിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയണം. അവരുടെ ബലിദാനത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ചൈന ഭാരതം ആക്രമിച്ചപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലായിരുന്നു. അന്ന് നമ്മുടെ ധീര സൈനികർ അവസാന ശ്വാസം വരെ പോരാടി. അവരുടെ നെറ്റിയിൽ ബയനറ്റുകൾ തറച്ചു കയറി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ട് അവർ അനശ്വരരായി, പ്രസിദ്ധരായി. അടുത്തതാണ് ജബ് ദേശ് മേ ഥി ദീവാലി വോ ഗേൽ രഹേ ഥേ ഹോലി, जब हम बैठे थे घरों में वो झेल रहे थे खोली, थे धन्य जवान वो अपने, थी धन्य वो उनकी जवानी. कोई सिख कोई जाट मराठा, कोई गुरखा कोई मद्रासी, सरहद पर मरने वाला हर वीर था भारतवासी. जो खून गिरा पर्वत पर वो खून था हिंदुस्तानी. അതായത് രാജ്യമൊട്ടാകെ ദീപാവലി ആഘോഷിച്ചപ്പോൾ അവർ വന അതിർത്തിയിൽ കാവൽ നിന്നു.
നാം എല്ലാം വീട്ടിലിരിക്കുമ്പോൾ അവർ വെടിയുണ്ടകളെ നേരിടുകയായിരുന്നു. അവർ കൃതാർത്ഥരായ നന്ദിയുള്ള ജവാന്മാരായിരുന്നു. അവരുടെ യൗവനം കൃതാർത്ഥമായി. അതിർത്തിയിൽ മരിച്ചു വീഴുന്നവർ സിഖുകാരോ മറാത്തികളോ മദ്രാസികളോ ആരുമാകട്ടെ, അവർ ഭാരതീയരാണ്. അതിർത്തിയിൽ വീണ രക്തം ഹിന്ദുസ്ഥാനിയുടേതാണ്. ती खून से लथपथ काया, फिर भी बंदूक उड़ा के 10-10 को एक ने मारा, फिर गिर गए गोश्त गवा के. जब अंत समय आया तो कह गए कि अब मरते हैं. गुश रहना देश के प्यारो, अब हम तो सफर करते हैं. क्या लोग थे वो दीवाने, क्या लोग थे वो अभिमानी. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് കി സേന. എന്താണ് അവിടെ പറയുന്നത്? ചൈനീസ് സൈന്യത്തിന്റെ വെടിയേറ്റ് രക്തത്തിൽ കുളിച്ച ശരീരവുമായി തോക്കെടുത്ത് നമ്മുടെ ജവാന്മാർ ശത്രുക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്നു. പിന്നെ പ്രാണൻ ഉപേക്ഷിച്ച് നിലം പതിക്കുന്നു. മരണം അടുത്തെത്തിയെന്ന് മനസ്സിലാകുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ യാത്രയാവുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കൂ. എന്താ അവർ പറയുന്നേ? ഞങ്ങൾ യാത്രയാവുകയാണ്, ഞങ്ങൾ യാത്രയാവുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നാണ് ഈ ദേശഭക്തി ഗാനത്തിൻ്റെ